വിഷ്ണു, ഈ മരിച്ച രമ്യയുടെ വീടും കണ്ണനയുടെ എത്ര ദൂരമുണ്ട്? സാർ അങ്ങനെ ദൂരം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല സാർ. കഷ്ടിച്ചൊരു 100 മീറ്ററിന്റെ വ്യത്യാസം കാണും. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് സാർ ഈ 2 വീടുകളും. എടോ വിഷ്ണു, താൻ പറഞ്ഞ പ്രതിയുടെ കഥകളെല്ലാം കൂടെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഈ മരിച്ചുപോയ രമ്യയും കണ്ണനുമായിട്ട് എന്തെങ്കിലും മോശം ബന്ധവും? സാർ, നാട്ടുകാരും വീട്ടുകാരും പറയുന്ന പോലെ രമ്യയും കണ്ണനും തമ്മിൽ അത്തരത്തിലുള്ള ബന്ധമില്ല സാർ. പിന്നെ ഈ മനോജിന് നേരത്തെ തന്നെ സംശയരോഗം ഉണ്ടായിരുന്നു. അയാളുടെ മദ്യപാനമാണ് സാർ എല്ലാത്തിനും കാരണം. ഇതിന്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള ചാറ്റിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടല്ലോ. അതിനെ പ്രതിയാണല്ലോ ഈ കൊലപാതകത്തിലേക്ക് എത്തപ്പെട്ടത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ? സാർ, ഈ രമ്യയും കണ്ണനും ചാറ്റ് ചെയ്തു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് സാർ. അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ മനോജ് ഈ ചാറ്റ് കാണുന്നത് അർദ്ധരാത്രിയിലാണ് സാർ. അന്നേരം അയാൾ മദ്യലഹരിയിലായിരുന്നു. അതാണ് കൊല ചെയ്യാനുള്ള യഥാർത്ഥ കാരണം. ഈ പ്രൈവറ്റ് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ പണം മറിക്കാനും തിരിക്കാനും വേണ്ടി ചിലപ്പോൾ രമ്യയും കണ്ണനും തമ്മിൽ ബന്ധം ഉണ്ടാകും സാർ. അവരുടെ വാട്സാപ്പ് ചാറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും.